ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ 18 ദിവസമായി നടന്നുവന്ന ജനകീയ തെരച്ചിൽ അവസാനിച്ചു. ഇന്നു മുതൽ ബന്ധുക്കൾ ആവശ്യപ്പെടുന്ന സ്ഥലത്തും സംശയം തോന്നുന്ന ഇടങ്ങളിൽ മാത്രമായിരിക്കും തെരച്ചിൽ. 124 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ചൂരൽമലയിൽ നിന്ന് തെരച്ചിലിൻ്റെ വിശദാംശങ്ങളുമായി തനേഷ് തമ്പി ചേരും. അതേപോലെ പുനരധിവാസത്തിൻ്റെ പ്രശ്നങ്ങളുമായി ബിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരും. ആദ്യം തനേഷ് തമ്പിയിലേക്ക്. തനേഷ്, യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പ്രതീക്ഷകൾക്ക് മേൽ കല്ലും മണ്ണും മൂടിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയും കണ്ടെത്താനുള്ള ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അതെങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. പറഞ്ഞു. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കഴിഞ്ഞ 19 ദിവസമായി നടക്കുന്ന തിരച്ചിലാണ് ഇന്നലെ അവസാനിച്ചത്. അത് അനൗദ്യോഗികമായിട്ടുള്ള ഒരു 2 ദിവസം മുൻപ് തന്നെ അത് അവസാനിച്ചിരുന്നു. കാരണം കൂടുതൽ ആളുകളെ കണ്ടെത്താം എന്നുള്ളൊരു പ്രതീക്ഷ അത് നേരത്തെ തന്നെ ഇല്ല. കാരണം അത്രത്തോളം വ്യാപകമായ രീതിയിലാണ് ഇവിടെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ആ മണ്ണ് വന്ന് ഇവിടെ മൂടിക്കിടക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എവിടെ ആര് എന്നതൊക്കെ കണ്ടെത്താനുള്ള പ്രയാസം ഉണ്ട്. പക്ഷേ പരമാവധി ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. ഇനി അങ്ങനെ വ്യാപകമായ ഒരു തിരച്ചിലിന്റെ പ്രസക്തിയില്ല എന്നുള്ളതാണ്. 2 വട്ടം ഈ പുഞ്ചിരിമട്ടം മുതൽ ഇങ്ങോട്ട് ചൂരൽമല വരെയുള്ള പ്രദേശങ്ങളിലാകെ തിരച്ചിൽ നടത്തിയിരുന്നു. അതേസമയത്ത് ചാലിയാറിൽ തിരച്ചിൽ ഒരുപക്ഷെ തുടരും. അവിടെ കൂടുതൽ തിരച്ചിലിനുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സർക്കാർ കാണുന്നത്. എന്തായാലും ഇവിടെ തിരച്ചിലുകൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ ഇത് തിരച്ചിലിന് വന്നിട്ടുള്ള സംഘങ്ങൾ പലരും മടങ്ങിയിട്ടുണ്ട്. ഇവിടെ അതിനുവേണ്ടി കൊണ്ടുവന്നിരുന്ന ഹിറ്റാച്ചി പോലുള്ള ഉപകരണങ്ങൾ അതെല്ലാം ഇവിടെ നിന്ന് മടങ്ങി. ഇപ്പോൾ ഈ ബെയിലി പാലത്തിന്റെ ബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ പുരോഗമിക്കുന്നുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. ഫയർഫോഴ്സിന്റെയും അതുപോലെ മറ്റ് സേനാംഗങ്ങളുടെയും ഒക്കെ അംഗബലവും ഇന്നലെ തന്നെ കുറച്ചിരുന്നു. ഇന്ന് വളരെ സാധാരണഗതിയിൽ, അതായത് മറ്റ് തിരച്ചിലുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഉണ്ടാകുന്ന ഒരു തിരച്ചിൽ അത് ഈ വീടുകളിൽ തകർന്നു കിടക്കുന്ന വീടുകൾക്കുള്ളിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങളോ സർട്ടിഫിക്കറ്റുകളോ ഒക്കെ തിരയുക എന്നുള്ളതാണ്. കഴിഞ്ഞ 3-4 ദിവസമായി പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. അതിനുവേണ്ടി കുറച്ച് സന്നദ്ധ പ്രവർത്തകർ ഇവിടെ എത്തും. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റ് പശുക്കൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ട്. അവരെ പരിപാലിക്കുന്നതിനുള്ള സന്നദ്ധ പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആ തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. അതിനിടയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ധുക്കളോ നാട്ടുകാരോ ഏതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും പ്രദേശത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം എന്നുള്ള സംശയം പ്രകടിപ്പിച്ചാൽ അവിടെ തിരച്ചിൽ നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് മന്ത്രിസഭ ഉപസമിതി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം എങ്ങനെയായിരിക്കണം ഇനിയുള്ള തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം 2 ദിവസം മുൻപ് തന്നെ മന്ത്രി കെ രാജൻ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരുന്നതാണ്. കാരണം ഇനി കൂടുതൽ തിരച്ചിലിന് പ്രസക്തിയില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് സംബന്ധിച്ച് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മുന്നിൽ നിൽക്കുക പുനരധിവാസമായിരിക്കും. അതിന് മുൻഗണന നൽകുക എന്നുള്ളതായിരിക്കും സർക്കാരിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വഴി. അതിനുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകും. എന്തായാലും അതേസമയം ഇപ്പോഴും സേനയും അതുപോലെ തന്നെ ഫയർഫോഴ്സ്, പോലീസ്, മറ്റ് രക്ഷാ സംഘങ്ങളൊക്കെ ഇവിടെ തുടരുന്നുണ്ട്. അംഗബലം കുറഞ്ഞെങ്കിലും ഇവിടെ തുടരുന്നുണ്ട്. ഏത് സമയത്ത് ആര് സഹായം അഭ്യർത്ഥിച്ചു വന്നാലും, അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടെത്താനാണെങ്കിലും, അല്ലെങ്കിൽ ഇനി എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചിട്ടായാലും അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടവും അറിയിച്ചിരിക്കുന്നത്. എസ് കെ എൻ. താങ്ക് യു തനേഷ് തമ്പി.